ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഞാൻ നോമ്പ് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ടയറും കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് നോമ്പൊക്കെ ഒഴിവാക്കും കേട്ടോ. കഴിയാതാകുമ്പോൾ ഇടയ്ക്കൊന്ന് നോമ്പ് ഒഴിവാക്കും, എന്നിട്ടാണ് നോൽക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഒരു ഉച്ചൻ്റെ ശേഷമുള്ളൊരു വ്ലോഗാട്ടോ ഇടുന്നത്. നമ്മളെ നോമ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഒരു വ്ലോഗാണ്. അപ്പോൾ നമ്മളിന്ന് നോമ്പിന് കുഞ്ഞിപ്പിടിയും പിന്നെ അതിലോട്ട് പൊരിക്കടിയൊക്കെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കുഞ്ഞിപ്പിടിയിലോട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കൻ കറിയിലോട്ട് വേണ്ടിയിട്ട് കുക്കറിൽ സവാള വാട്ടിയെടുത്ത് അതിൻ്റെ കൂടെ ഉപ്പും ചേർത്തിട്ട്, ഉപ്പിട്ടാൽ പെട്ടെന്ന് സവാള വാടി കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് വഴറ്റിയെടുത്ത് അത് നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അതിലോട്ട് തക്കാളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് അടിച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ചിക്കൻ്റെ കൂടെ തന്നെ അതിലോട്ടുള്ള എല്ലാ പൊടി ഐറ്റംസ് ഇട്ട് വെച്ചിട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി അതൊക്കെ ഇട്ട് വെച്ചിട്ടോ. എന്നാൽ പിന്നെ അത് മൊത്തത്തിൽ നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ആ ഒരു ചിക്കനും കൂടെ അതിലോട്ടിട്ട് പൊടികളൊക്കെ നമ്മുടെ ചിക്കനിലോട്ടും നമ്മുടെ മസാലയിലോട്ടൊക്കെ പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടോ. പിന്നെ അത്യാവശ്യം അപ്പോൾ നമ്മൾ സവാള വാടാനുള്ള ഉപ്പ് മാത്രമാണല്ലോ ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ ചിക്കനിലോട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് ഞാനിപ്പോൾ നല്ല മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിപ്പിടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് നന്നായിട്ട് നല്ല മസാല വേണം. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളവും വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ കുക്കർ അടിച്ച് വെച്ചിട്ട് വിസിലടിപ്പിച്ചിട്ടോ. അങ്ങനെ കറി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കി കേട്ടോ. ഞാനും ഉമ്മയും കൂടെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കി. ഞങ്ങൾ പെട്ടെന്ന് തീരാനും വേണ്ടി കുറച്ചും കൂടെ വലിയ സൈസിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല, സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്നാക്കായിട്ട് ഈത്തപ്പഴപ്പൊരിയും പിന്നെ അതുപോലെ തന്നെ ബാജി ഉണ്ടല്ലോ, മുളക് ബാജി, അതും കൂടെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ മാവ് ഉണ്ടാക്കിയെടുത്തു. മൈദ, അതിലോട്ട് കുറച്ച് അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, കരിഞ്ജീരകം, അത്ര ഐറ്റംസ്, അപ്പക്കാരും കേട്ടോ, അത്രയും ഐറ്റംസ് ഇട്ടിട്ടാണ് ഞാൻ മാവ് ഉണ്ടാക്കിയെടുത്തത്. ഇനി ബാജിക്കുള്ള പൊടി ഐറ്റംസൊക്കെ ഒന്ന് കലക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കടലമാവ്, അരിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് അപ്പക്കാരം, പിന്നെ കായപ്പൊടി ഇടും കേട്ടോ. പക്ഷേ ഞാൻ കായപ്പൊടി ഇട്ടിട്ടില്ല. ഞാൻ അതിന് പകരം കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ 2 മാവ് ഞാൻ റെഡിയാക്കി വെച്ചു. അതുപോലെ ബാജിക്കുള്ള മുളകും ഞാൻ കീറി വെച്ചിട്ടോ. 2 മാവും റെഡിയാക്കി എടുത്തതെന്ന് വെച്ചാൽ ബാജിക്ക് അറിയാമല്ലോ, കുറച്ച് ടൈറ്റിലാണ് നമ്മൾ ബാജിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കൽ. അപ്പം ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ മാവ് റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ മുളകൊക്കെ റെഡിയാക്കി വെച്ചു. ഈത്തപ്പഴവും റെഡിയാക്കി വെച്ചിട്ടോ. മുളക് ബജിക്കുള്ള മുളക് ഞാൻ നടുകെ കീറിയിട്ടാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടില്ല. നടുകെ കീറിയിട്ട് അതിനുള്ളത്തെ മുളകിൻ്റെ ആ ഒരു കുരുവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടോ. എരിവൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാനത് ഒഴിവാക്കിയതിന് ശേഷമാണ് മുളക് ബജി ഉണ്ടാക്കിയത്. പിന്നെ അതുപോലെ ഈത്തപ്പഴപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈത്തപ്പഴം 2 കഷ്ണമാക്കിയിട്ടോ. അത്യാവശ്യം വലിയ സൈസുള്ള ഈത്തപ്പഴമായിരുന്നു. അപ്പോൾ ഞാൻ അത് പകുതി എടുത്തിട്ട് അതിലോട്ട് തേങ്ങ, നമുക്ക് ജസ്റ്റ് കടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെറുതായിട്ട് കൊത്തി നുറുക്കിയെടുത്തതും, പിന്നെ വേണമെങ്കിൽ നമ്മൾ കയ്യിലുള്ള നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കുഞ്ഞിപ്പത്തിരിയൊക്കെ നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരമൊക്കെ വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തത് നമ്മൾ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കറി ഉണ്ടല്ലോ, ചിക്കൻ്റെ കറി, ആ ഒരു ചിക്കൻ കറി രണ്ടും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഫൈനലായിട്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ ചപ്പും മല്ലിയിലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും ഇതാക്കി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ആ പണി കഴിഞ്ഞതിന് ശേഷം ഞാനിതവിടെ നമ്മുടെ പൊരിക്കടികളൊക്കെ റെഡിയാക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് പൊരിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ പൊരിക്കടി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ജ്യൂസിനുള്ള പൈനാപ്പിൾ, പഞ്ചസാര, വെള്ളമൊക്കെ ചേർത്തിട്ട് പൈനാപ്പിൾ ജ്യൂസാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഇവിടെ അതാ ബാജി, നമ്മൾ ഈത്തപ്പഴപ്പൊരി പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം അതേ എണ്ണയിലോട്ട് തന്നെ നമ്മളെ ബാജി റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ബാജിയും ഇവിടെ സെറ്റായി. നമ്മുടെ പൊരിക്കടികൾ ഇവിടെ ഒരു വിധം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈത്തപ്പഴപ്പൊരിയാണ് ഇഷ്ടമായത്. എനിക്ക് ബാജി പൊതുവേ ഇഷ്ടമല്ല, ടേസ്റ്റ് ചെയ്യാനും ഇഷ്ടമല്ല കേട്ടോ, എന്താ അറിയില്ല. അങ്ങനെ ഈത്തപ്പഴപ്പൊരി ഞാൻ കഴിച്ചു. പിന്നെ നമ്മുടെ
രാവിലത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ പയറുപ്പേരി കേട്ടോ, പയറുപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ആ ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, പാൽ ചായയാണ്. അപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ചായയും സെറ്റായിട്ടോ. അങ്ങനെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ മഗ്‌രിബ് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. മഗ്‌രിബ് കൊടുത്തതിന് ശേഷം ഞങ്ങൾ നോമ്പ് തുറക്കും, എല്ലാവരും കൂടെ കൂടിയിട്ട് നോമ്പ് തുറക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ നല്ല ടയേർഡാണെങ്കിൽ കുറച്ച് നേരം കിടന്നിട്ടൊക്കെയാണ് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പിന്നെ ഉറങ്ങും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബായ്.